കുതികുതിച്ച് ഇതുവഴി കണ്ടോ പടയക്ഷങ്ങൾ മുസ്ലിം ലീഗിൻ ജനമുന്നേറ്റ ജാഥാ സംഘങ്ങൾ ചെർക്കളം അബ്ദുള്ള സാഹിബും അമരത്തുണ്ട് ചുറുചുറുക്കിൽ ഇതുവഴി യാത്ര തുടരുന്നുണ്ട്. ഉപനായകൻ എ അബ്ദുറഹ്മാൻ, ഡയറക്ടർ എ ഹമീദ് ഹാജി, കേവലം ഒരു മാനസിക വിദ്യാർത്ഥി മാത്രമായില്ല സുക്കൂർ. ഒരു അറബി കോളേജില് ജാമിഅ സഹദിയ എന്ന് പറയുന്ന പാപ്പിനിശ്ശേരി ജാമിഅ സഹദിയ അറബി കോളേജിലെ വിദ്യാർത്ഥി കൂടിയായ സുക്കൂർ ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് ഒരു എഞ്ച് പോലും പുറകോട്ട് പോകാത്ത ആ പൊന്നുമോൻ നമുക്ക് നമസ്കരിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞപ്പോ കണ്ണപുരം ഡിവൈഎഫ്ഐയുടെ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി ഒരു തടിമാനൻ സുക്കൂറിന്റെ കഴുത്തിന് പിടിച്ചൊന്ന് ഞെക്കിയിട്ട് അവിടുന്ന് പറഞ്ഞു, നാവ് പിടിച്ചു കളയും, ഇനി നമസ്കരിക്കാനോ മറ്റെന്തിനോ ചോദിച്ചാൽ അവസാനം അവിടുന്ന് പറയുന്നു, എന്നാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ മരണം ഉറപ്പിച്ചു നിൽക്കുകയാണ്. മരണം ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മനുഷ്യൻ നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നീ അവസാനമായി എന്റെ ഭൂമിയിൽ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച അഭിമാനത്തോടെ ഞാൻ നിന്റെ ഭൂമിയിൽ നിനക്ക് വേണ്ടി അവസാനം 4 തവണ എന്റെ നെറ്റിച്ചത് നമിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെയും ആ മാന്യൻ പ്രിയപ്പെട്ടവരെ സുക്കൂറിന്റെ കഴുത്ത് പിടിച്ച് ചുമരോട് അടുക്കി പിടിച്ചു എന്നിട്ട് ഞെക്കിയപ്പോ നാവ് പുറത്തേക്ക് വരുന്ന വിധത്തിൽ കണ്ണു വിളിച്ചു പോകുന്ന ഒരു വിധത്തിൽ സുക്കൂറായി പോയപ്പോ ഞാൻ ഒച്ച വെക്കാൻ തോന്നി, പക്ഷേ എന്റെ ഒച്ച പുറത്തേക്ക് വന്നില്ല എന്ന് കൂട്ടുകാരനായ സക്കരിയ പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നമസ്കരിക്കാൻ സ്ഥലമുണ്ട്, ഒന്ന് പഠിക്കാൻ വെള്ളമുണ്ട് എന്ന് പറയുന്ന ജയരാജൻ ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകുന്നവന് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റത്തിന് നമ്മുടെ രാജ്യത്തെ സാധ്യമാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വളരെ വർഷങ്ങളായി മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിലെ മതേതര ശക്തികളുടെ കരുത്ത് തെളിയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കേരളത്തിൽ ഈ പരീക്ഷണത്തിന് മാന്യമായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത പരുവത്തിലേക്ക് CPM മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ന് നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഈ മുസ്ലിം ലീഗ് ജനാബോധന യാത്ര ഗ്രാമങ്ങളും നഗരങ്ങളും ഇളക്കി മറിച്ചുകൊണ്ട് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയെടുക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതുപോലെ സഹായിക്കുകയും ചെയ്ത എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി സംസ്ഥാന മുസ്ലിം കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജില്ലാ ലീഗിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ മുന്നിൽ, ബഹുമാന സെക്രട്ടറിമാർ
ഉശിര് പകരും ഹനീഫ് പൈവേളികയും ചേർന്ന് ഇടതന്മാരുടെ പിന്തിരിപ്പിന് പാളിപ്പൊളിഞ്ഞ സമരത്തിന് പുതുമ മണ്ഡലത്തിലെ ഇന്നത്തെ പരിപാടി വളരെ നന്നായി മണ്ഡലം കമ്മിറ്റി സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. എല്ലാ സ്ഥലത്തും പരിപാടി ഗംഭീരമായിരുന്നു. അതുകൊണ്ട് മുസ്ലിം ഇത് സംഘടനയോടുള്ള ആദരവും ബഹുമാനവും കൊണ്ടാണ് നിങ്ങൾ ഇത് ഏറ്റെടുത്തത്. ഞങ്ങളുടെ ജാഥ ലീഗ് പ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുന്നു. അതിലും മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. വരുന്ന 10-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മള് സാഹചര്യം നോക്കുമ്പോൾ നല്ല സ്ഥാനാർത്ഥിയെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ ഈ മണ്ഡലം UDFന് ഉറപ്പിക്കണം. ലീഗ് പ്രവർത്തകന്മാർ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ സൂചനകളാണ് ഈ ജാഥയുടെ വിജയം തെളിയിക്കുന്നത്. അതുകൊണ്ട് നന്ദി.